ഈ കാണുന്ന എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ വരുന്ന ഇലക്ഷൻ്റെ റിസൾട്ട് ഒന്ന് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം LDF 15,000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിൽ ജയിച്ച 51 മണ്ഡലങ്ങളുണ്ട് എന്ന്. എന്നാൽ അത് തെറ്റാണ്. 50 മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊരെണ്ണം നിലമ്പൂരാണ്. അപ്പോൾ നിലമ്പൂർ ഇപ്പോൾ UDFൻ്റെ സീറ്റാണല്ലോ. അപ്പോൾ 49 സീറ്റുകളാണ് 2021 15,000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിൽ LDF ജയിച്ചത്. ഇനി അതിൽ ഏതെല്ലാം ഇപ്രാവശ്യം UDF ജയിക്കും, എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 95ൻ്റെ കണക്ക് വരുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നോക്കാൻ പോകുന്നത്. LDF 15,000 താഴെ വോട്ടിന് ജയിച്ച മണ്ഡലങ്ങൾ: കുറ്റ്യാടി, തൃശ്ശൂർ, താനൂർ, ചവറ, റാന്നി, കണ്ണൂർ, പീരുമേട്, കൊല്ലം, തവനൂർ, കുന്നത്തുനാട്, കുന്നത്തൂർ, അടൂർ, തൃത്താല, നാദാപുരം, നേമം, തിരുവമ്പാടി, അരുവിക്കര, കുട്ടനാട്, ഇരിഞ്ഞാലക്കുട, ചങ്ങനാശ്ശേരി, ഇടുക്കി, അഴീക്കോട്, ചേർത്തല, കായംകുളം, കോതമംഗലം, അരൂർ, തിരുവനന്തപുരം, ദേവികുളം, വൈപ്പിൻ, കൊയിലാണ്ടി, കോന്നി, മാനന്തവാടി, കൂത്തുപറമ്പ്, വാമനപുരം, കുന്നമംഗലം, കൊട്ടാരക്കര, അമ്പലപ്പുഴ, തിരുവല്ല, ആലപ്പുഴ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ഉദുമ, ചടയമംഗലം, കാഞ്ഞിരപ്പള്ളി, ചിറയൻകീഴ്, കൊച്ചി, നെയ്യാറ്റിൻകര, പത്തനാപുരം, ഏറ്റുമാനൂർ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവയെല്ലാം തോൽക്കും എന്നല്ല, എന്നാൽ ഇവയെല്ലാം തോറ്റാലും അത്ഭുതപ്പെടാനില്ല എന്നാണ്. ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ നിന്ന് UDF ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കുറ്റ്യാടി, തൃശ്ശൂർ, താനൂർ, ചവറ, റാന്നി, കണ്ണൂർ, പീരുമേട്, കൊല്ലം, തവനൂർ, കുന്നത്തുനാട്, നാദാപുരം, തിരുവമ്പാടി, അരുവിക്കര, കുട്ടനാട്, ചങ്ങനാശ്ശേരി, തിരുവനന്തപുരം, മാനന്തവാടി, കോഴിക്കോട് സൗത്ത്, ഇടുക്കി, കായംകുളം, കാഞ്ഞിരപ്പള്ളി, അരൂർ, അമ്പലപ്പുഴ, കൊച്ചി, വൈപ്പിൻ, ഉദുമ, കൊയിലാണ്ടി എന്നീ മണ്ഡലങ്ങളാണ് കഴിഞ്ഞ തവണ LDF 15,000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചവയിൽ നിന്ന് UDF ഇപ്രാവശ്യം വിജയിക്കാൻ പോകുന്നവ. അങ്ങനെ 15,000 വോട്ടിന് താഴെ 2021 LDF വിജയിച്ച ഈ 27 മണ്ഡലങ്ങൾ ഇപ്രാവശ്യം UDFിനൊപ്പം നിൽക്കും. ഇവയ്ക്ക് പുറമെ കഴിഞ്ഞ തവണ 15,000 താഴെ വോട്ടുകൾക്ക് LDF വിജയിച്ചവയിൽ കുന്നത്തൂർ, അടൂർ, തൃത്താല, ഇരിഞ്ഞാലക്കുട, അഴീക്കോട്, ചേർത്തല, കോതമംഗലം, ദേവികുളം, കോന്നി, വാമനപുരം, കുന്നമംഗലം, കൊട്ടാരക്കര, തിരുവല്ല, ആലപ്പുഴ, ചടയമംഗലം, നെയ്യാറ്റിൻകര, പത്തനാപുരം എന്നീ മണ്ഡലങ്ങളിൽ പകുതിയിലധികവും ഇപ്രാവശ്യം ഇടതുപക്ഷത്തെ കൈവിടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ 20,000 താഴെ 15,000 മുകളിൽ വോട്ടുകൾക്ക് LDF വിജയിച്ച മണ്ഡലങ്ങളാണ് ഒറ്റപ്പാലം, വടക്കാഞ്ചേരി, കളമശ്ശേരി, പൂഞ്ഞാർ, പൊന്നാനി, ചാത്തന്നൂർ, വർക്കല, പട്ടാമ്പി, ഗുരുവായൂർ, ആറന്മുള എന്നിവ. ഇതിൽ നിന്ന് വടക്കാഞ്ചേരി, കളമശ്ശേരി, പൂഞ്ഞാർ, പൊന്നാനി, പട്ടാമ്പി, ആറന്മുള എന്നീ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് ഇപ്രാവശ്യം നഷ്ടമാവാനാണ് സാധ്യത കാണുന്നത്. കൂടാതെ 20,000 മുകളിൽ 25,000 താഴെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒല്ലൂർ, വട്ടിയൂർക്കാവ്, പേരാമ്പ്ര എന്നീ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ഇപ്രാവശ്യം പരാജയപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ വരുമ്പോൾ 15,000 താഴെ വോട്ടുകൾക്ക് 2021 ഇടതുപക്ഷം ജയിച്ച 27 സീറ്റുകളും 15,000 20,000 ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച 6 സീറ്റുകളും 20,000 25,000 ഇടയിൽ വോട്ടുകൾക്ക് ജയിച്ച 3 സീറ്റുകളും കൂടിയാവുമ്പോൾ ആകെ പുതിയതായി 36 സീറ്റുകൾ കൂടി UDFന് ലഭിക്കും. പുറമെ നേരത്തെ പറഞ്ഞ പോലെ ഈ സീറ്റുകളിൽ പകുതി എണ്ണെങ്കിലും ജയിക്കുകയാണെങ്കിൽ ഏകദേശം 10 സീറ്റുകൾ കൂടി ലഭിക്കും. അങ്ങനെ വരുമ്പോൾ പുതിയതായി ജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം 46 ഉയരും. അപ്പോൾ നിലവിലുള്ള 42ഉം പുതിയതായി കിട്ടാൻ പോകുന്ന 46ഉം കൂട്ടിയാൽ 88 സീറ്റുകൾ ഉറപ്പിക്കാം. ഇതിനെല്ലാം പുറമെ ഗുരുവായൂർ, തളിപ്പറമ്പ്, തൃക്കരിപ്പൂർ, നെന്മാറ, ബേപ്പൂർ, ചെങ്ങന്നൂർ, എലത്തൂർ എന്നീ മണ്ഡലങ്ങളിലും ഞാൻ UDFന് വിജയസാധ്യത കാണുന്നുണ്ട്. എനിക്കറിയാം ഇതിൽ പല സീറ്റുകളോടും നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ട്. ഗുരുവായൂർ കിട്ടുമെന്ന് പറയാനുള്ള കാരണം അത് BJP സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ പ്രസ്താവനകൾ ഒരുപക്ഷെ UDFന് അനുകൂലമായി വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ന്യൂനപക്ഷത്തിനെതിരായിട്ടാണ് BJP സ്ഥാനാർത്ഥി സംസാരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അത്തരം പ്രസ്താവനകൾ ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് എത്താനാണ് സഹായിക്കുക. തളിപ്പറമ്പ് ഉണ്ടായ വിവാദങ്ങളുടെ പുറത്ത് ഒരു വിജയസാധ്യത ഞാൻ കാണുന്നു. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരാണ് സ്ഥാനാർത്ഥി എന്നതും അപ്പുറത്തെ സ്ഥാനാർത്ഥി VPP മുസ്തഫയാണ് എന്നുള്ളതുമാണ് ഞാനൊരു പ്രതീക്ഷയായിട്ട് കാണുന്നത്. അടുത്തതായി നെന്മാറയിലെ നിലവിലെ MLA മാറ്റിയത് ഒരുപക്ഷെ അവർക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. ബേപ്പൂർ ഒരു റയർ ചാൻസാണ്. അൻവർ എങ്ങാനും ഒരു കൊടുങ്കാറ്റായി മാറിയാൽ ഒരുപക്ഷെ ബേപ്പൂരും മറിഞ്ഞേക്കാം. ചെങ്ങന്നൂർ, എലത്തൂർ ഇത് രണ്ടും എൻ്റെ പേഴ്സണൽ ആഗ്രഹങ്ങളാണ്. ഭരണഘടനയെ നിന്ദിച്ച ഒരു വ്യക്തി ഒരിക്കലും MLA ആയി തുടരാൻ യോഗ്യതയുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അടുത്തതായി എലത്തൂർ എന്തുകൊണ്ടാണ് ഞാൻ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും.
പാർട്ടിക്കും മുന്നണിക്കും വ്യക്തികൾക്കും അതീതമായി വോട്ട് ചെയ്യാൻ എലത്തൂരിലെ ജനത തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ എലത്തൂരും ഒരുപക്ഷെ മറന്നേക്കാം. ഇത് റയർ ചാൻസ് ആണെന്നറിയാം, പക്ഷേ ഇതുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വീഡിയോയോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. കണ്ട എല്ലാവർക്കും നന്ദി.